സോ ഹലോ മച്ചമാരി, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോസാണ് ഗൈസ്. അപ്പോൾ ഇന്ന് എക്സ്പ്ലോഷൻ ചെയ്യാൻ പോകുന്നത് വിൻഡ് ബ്രേക്കർ എപ്പിസോഡ് 2. ഈ എപ്പിസോഡ് നമ്മുടെ എക്സ്പെക്ടേഷനെ പോലെ ഫസ്റ്റ് എപ്പിസോഡിനെ കാട്ടിൽ കീടുമായിട്ടുള്ള എപ്പിസോഡാണ് ഗൈസ്. ആൻഡ് ഇവിടെ നമുക്ക് അങ്ങനെ ക്യാരക്ടേഴ്സിനെ പുതിയതായിട്ട് പരിചയപ്പെടാറുണ്ട്. ആൻഡ് നമ്മുടെ ബാഞ്ചി സാഹേബ് പോലെ, നമ്മുടെ ടോക്കിയോ റേഞ്ചേഴ്സിലെ ബാഞ്ചി സാഹേബ് പോലെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റും. സോ ഞാനിതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്, ബിക്കോസ് ഐ ആം യുവർ എക്സ്പ്ലെയിനർ ഗൈസ്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സാക്കുറ നമ്മുടെ ഒരു അമ്മച്ചിയെ പുറയിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ടാച്ചിബാനയുടെ ഹോട്ടലിലേക്ക് വരുന്നത്. താൻ പറയുന്നുണ്ട്, വേണ്ട തള്ളെ ഇറങ്ങിപ്പോ, നിങ്ങളുടെ സ്ഥലം എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ അമ്മച്ചി പറയും, എടാ നീ പ്രായമായി അമ്മച്ചിയോടൊക്കെ ഇങ്ങനെ ആണോ മോനെ നീ സംസാരിക്കണ്ടേ, കുറച്ച് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ അറിയത്തില്ലേ എന്ന്. നമ്മുടെ ഇറങ്ങേണ്ട സ്വഭാവം നമുക്കറിയാമല്ലോ അവൻ എങ്ങനെയാണെന്ന്. ഇതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചി അവിടെ നിർത്ത് ഒറ്റ ചാട്ടം സ്ട്രെയിറ്റ് ആവും. നമ്മുടെ നിഞ്ച ഹത്തോറിയൊക്കെ ചെറുപ്പത്തിൽ വന്നിരിക്കത്തില്ലേ, അതേപോലെ ഇത് കണ്ട് നമ്മുടെ സാക്കുറ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളല്ലേ പറയാം നിങ്ങൾക്ക് നടക്കാൻ വയ്യ, എനിക്ക് എണ്ണിക്കാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ, എന്നെ അവിടെ വരെ കൊണ്ടുവിടുന്നില്ലേ, നിങ്ങളിപ്പം അങ്ങ് തുഴഞ്ഞു പോകുന്നൊക്കെ. അപ്പം അമ്മച്ചി പറയും, ശരിയാ മോനി, ഞാൻ മറന്നുപോയി, എനിക്കിപ്പം നടക്കാനൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഡീസൻ്റ് ആയിട്ട് നമ്മൾ ചെറുക്കനെ പറ്റിക്കും. അതിൻ്റെ കൂടെ അമ്മച്ചി അവിടെ ചെറുക്കനെ പൊക്കി പറയുന്നുമുണ്ട്, മോനെ നീ അവിടെ ശരിക്കും സഹായിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. നിന്റെ സ്വഭാവം കുറിച്ച് മുടയൊക്കെ ആണെങ്കിൽ പോലും നീ ലൈഫ് സേവർ താങ്ക്സ് എന്നൊക്കെ പറയും. ഇത് മതിയല്ലോ നമ്മളെ ചെറുക്കന്. അപ്പം തന്നെ ബ്ലഡ് അടിച്ച് ഷൈ അടിച്ച് ഇമ്പേഴ്സ് അടിച്ച് എല്ലാം സെറ്റ് കിറുങ്ങായിപ്പോയിട്ട് ആളുകളെ ഞാൻ താക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കും. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പോകുന്ന നമ്മുടെ സാക്കറോട് നമ്മുടെ രാജീവനെ റേടാ 10 മിനിറ്റ് അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പം അവൻ ചോദിക്കേ എന്തുവാടി നിനക്ക് വേണ്ടതെന്ന്. എന്തായാലും അമ്മച്ചെ സഹായിച്ചതല്ലേ, അതിൻ്റെ പേരിൽ അവന് കുറച്ച് സാൻഡ്വിച്ച് ഒക്കെ റെഡി ആക്കി കൊടുക്കുക. അവനെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കില്ല, അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. പക്ഷേ അവൾ പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് അവനോട് ചിരിക്കും, എടാ ഈ സ്കൂളിലെ യൂണിഫോം ഇപ്പോഴും ഇട്ടേക്കുന്നത്, സ്കൂളിൽ ഇപ്പോൾ ഇനിയും കിടക്കുന്ന 2-3 മണിക്കൂർ, എനിക്കറിയാം നീ നല്ല ഹൈബ്ഡായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കളിയാക്കാൻ തുടങ്ങും. അവിടെ ആക്രമിക്കാൻ എന്നാൽ ദേഷ്യം വരും. അങ്ങനെ നല്ല എൻ്റെ വേറെ ഡ്രസ്സൊന്നും ഇല്ല, എൻ്റെ അടുത്ത് പെട്ടെന്ന് എടുത്തിട്ടാന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ മറന്നു നോക്കും. അപ്പം തന്നെ സ്വർഗത്തിലെ കട്ടറും പോകാൻ വേണ്ടി ഒരുത്തം പെട്ടെന്ന് ഡോറും തുറന്നോട്ട് വരും. വന്ന പടം അവിടുത്തെ പടിയെ തട്ടി കഥം ആടിച്ച് താഴെ കിടക്കും. ഇവൻ എന്തോ കുഴപ്പമുണ്ട് എനിക്ക് ഉറപ്പാണ്. പെട്ടെന്ന് നിലത്തിടണോ ഷട പൊടിയെന്ന് പറയും ചാടി എണ്ണിച്ചിട്ട് അവൻ്റെ പുതിയ യൂണിഫോമൊക്കെ സ്റ്റൈലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ബ്രേസ് അവന് ടാഗ് അവൻ ഇതുവരെ ഇളക്കി കളയാതാണ് വന്നത്. ഇത് എക്സൈറ്റ്മെൻറ്റ് കൂടി ഇവനാന്താ സ്കൂളിൽ പോകാൻ. പിന്നെ അവസാനം ആ ടാഗ് എല്ലാം വലിച്ചു കുറച്ച് കളയും. ഇത് കണ്ട് നമ്മളെ സാക്കുറാണ് നമ്മുടെ ടച്ചുകാണ് ചോദിക്കുന്നുണ്ട്, ഏതാ ഈ കോമഡി പീസ്? അതിനെ കൊണ്ടാണ് നീ ആരുടെടാ ഈ കോമഡി പീസ് എന്നൊക്കെ പറയാൻ ചോദിക്കുന്നേ, നിന്നെ അവിടെ നീ കണ്ടിട്ടില്ലല്ലോ, നീ ടൗണിൻ്റെ പുറത്താണോ എന്നൊക്കെ ചോദിക്കും. ഞാനിപ്പോൾ എവിടെ നിന്ന് വന്നാലും നിനക്കെന്താടാന്ന് പറഞ്ഞ് നമ്മുടെ സാക്കുറയും. ഇവനാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സാക്കുറ അടുത്ത് ഓടി വന്നിട്ട്, നിൻ്റെ മുടി, നിൻ്റെ കണ്ണ്, മോനെ നിനക്ക് ഈ ചെറുപ്രായത്തിലെ ഇത്രയും സ്ട്രെസ്സോ, മനസ്സിലായി നീ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇതായിട്ട് നമ്മുടെ സാക്കുറ, സ്ട്രെസ്സോ എനിക്കോ? ഇതേട്ടാ ടച്ചിബാനാണെങ്കിൽ വാവിട്ട ചിരിയും, ചിരിച്ചിരിച്ചവർക്ക് വയ്യാതാവും. അതായിട്ട് നമ്മുടെ രാജീബാന പറയും, സാക്കുറ അവൻ ഇന്നലെ വന്നേ, പിന്നെ സാക്കുറ ഇവൻ്റെ പേരാണ് നീരേ, ലൈറ്റും കോമഡി പീസായി വരുന്നത്. ഈ ഫോറിൻ ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂള് സാധാ സ്കൂളൊന്നും അല്ലെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ പുറത്ത് താമസിക്കുന്ന നീ ഇന്നലെ ഈ ടൗണിൽ വന്ന് ഈ സ്കൂളിൽ ഇത്രയും കഷ്ടപ്പെട്ട് കയറുന്നേ, അവിടെയുള്ള ആൾക്കാരെങ്ങനത്തെയാണെന്നൊക്കെ എനിക്കറിയാമല്ലോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്യാങ്ങും അടിയും ഇടിയും ബഹളവും അവരെല്ലാം. അത് മാത്രമല്ല അവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നിനക്ക് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ആൻഡ് നീ പറഞ്ഞ് ഇത്രയും സ്ട്രോങ്ങും ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇവർ ഈ ഗ്യാങ് മെമ്പേഴ്സിനെയും ആ ഫോറിലെ എല്ലാവരെ അടിച്ച് തോപ്പിച്ച് അവരിലെ ബെസ്റ്റ് ആവുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇത് കേട്ടാൽ നീതിയാണെങ്കിൽ ബ്രോ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കാരണം നീ അങ്ങനെ ചെയ്താ നീ ചതഞ്ഞു പോവാടാ. നമ്മുടെ സാക്കുറ അത്രയും നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പറഞ്ഞ് നമ്മുടെ ചെറുക്കൻ കോമഡി ആയിട്ട് വിട്ടപ്പം അത് കേട്ട് നമ്മുടെ ടാച്ചിബാനയാണെങ്കിൽ ചിരിച്ച് തല വെത്തി. അവൾക്ക് രണ്ടാമത്തെ ചിരി ഒന്ന് തയ്ക്കാൻ വയ്യ. ഇതിനുശേഷം നമ്മുടെ ചെറുക്കന് സമയമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങും. നമ്മുടെ നീതി അവന് ടൗണിൽ ഇനി ഒരു തവണ അവിടെ ചുറ്റണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിമ്പോൾ എന്നെ കാണണം പറയും, കാരണം ഇന്ന് തൊട്ട് അവന് വിൻഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ഗ്യാങ്ങിലെ ഒരു അംഗമാണ്. അങ്ങനെ അവനവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ ചേർക്കൻ തലവേന പോയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരിക്കും. അവനെപ്പോഴും സ്റ്റൈലി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അത് ഫൈറ്റ് ചെയ്യണമെന്ന് അത്ര നല്ലതൊന്നുമല്ല. ഇവനൊക്കെ എങ്ങനെ പ്യൂർ ഹൈസ്കൂളിൽ പഠിക്കും? ഇതിന് നമ്മുടെ ടാച്ചിബാൻ ഒറ്റ കാര്യം വെച്ചുള്ളൂ, എന്നൊക്കെ ഞാൻ ചായ എടുക്കട്ടെ. ടാച്ചിബാന നമ്മുടെ സാക്കറിക്ക് വേണ്ടി ചായ എടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ടാച്ചിബാന ഇരിക്കും, എനിക്ക് ഈ ചായയുടെ കളർ എന്തോ അറിയാവോ? സ്വാഭാവികമായിട്ടും എൻ്റെ കളറ് ബ്രൗൺ അല്ലേ? എന്നല്ല, ഈ ചായക്കകത്തിരുന്ന ആ കോഫി
പൗഡറല്ലേ, ആ പൗഡർ ശരിക്കും പറഞ്ഞ ഒരു ചുമന്ന തുടുത്തൊരു ചെറിയ, ആ ചെറിയ ഇടിച്ച് ചതച്ച് ഒക്കെയാണ് ബ്രൗൺ കളറിലെ ചായപ്പൊടിയായിട്ട് മാറി ചായ ഉണ്ടാക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആരെയും ഇങ്ങനെ പെട്ടെന്നൊരു നോട്ടത്തിൽ കണ്ട് അവൻ സ്റ്റൈലായതുകൊണ്ട് അവനിങ്ങനെ നീ പെട്ടെന്ന് വിലയിരുത്തല്ലേ. അവരോട് നീ കൂടുതൽ സംസാരിച്ച് അവരെ കൂടുതൽ അറിഞ്ഞ് അതിന് ശേഷം അവരെ വിലയിരുത്താവും. മനസ്സിലായ? ഓ അപ്പം നീ പറഞ്ഞു വരുന്നേ ആ ചെറുക്കൻ നല്ലോണം ഫൈറ്റ് ചെയ്യുമെന്നാണോ? ടാച്ചിവാന, നിനക്കിതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ. അങ്ങനെ റോഡിലൊക്കെ ഇട്ടേക്ക് ഇറങ്ങി നടക്കുന്ന നമ്മുടെ ചെറുക്കനെ ആണെങ്കിൽ ഇന്നലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലമല്ലേ ഇവൻ രക്ഷിച്ചായിരുന്നല്ലോ. അതിന് റിവാർഡായിട്ട് ഓരോരുത്തരും അവനെ ഓരോ കടയിലേക്ക് വിളിച്ച് ഇന്നാ മോനെ ഇത് പിടിച്ചോ അത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഓരോ റിവാർഡ് ഇവന് കൊടുക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ടാച്ചിവാന പറയുന്ന കാര്യവും നമ്മുടെ ചെറുക്കൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്ന് പറയുന്ന ആരോ അതുകൊണ്ട് നമ്മുടെ ചെറുക്കനെ പിടിക്കും. അപ്പം ഏത് സാധനങ്ങളെല്ലാം തെറിച്ചു പോകും. നോക്കുമ്പോൾ ഒരു പെങ്കൊച്ച അവനെ സഹായത്തിന് വിളിക്കുന്നതായിരിക്കും. കാരണം ഒരു വിഷയം ഉണ്ടാവും. കാരണം അവിടുത്തെ ആ സ്ഥലം രക്ഷിക്കുന്ന നമ്മുടെ ഫോറിൻ ഹൈസ്കൂളിലെ പിള്ളേരാണല്ലോ. അപ്പം ഇവന് ഫോറിലെ ഒരു കുട്ടിയാണല്ലോ വിചാരിച്ച് ഹെൽപ്പിന് വിളിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മളെ കാണിക്കുന്ന നമ്മുടെ നീരയാണ്. പുള്ളിക്കാരനെ 5 പേരായിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പോയി പെട്ട് കിടക്കുക. അപ്പം അവരൊക്കെ ഉണ്ട്, നീ ഫോറിലെ വലിയ ഇറക്കനാന്നൊക്കെ പറഞ്ഞിട്ട് നീ എങ്ങോട്ട് ഫൈറ്റിന് വരാളാ, നീ ആ പെങ്കൊച്ചിനെ രക്ഷിച്ചിട്ട് നിന്നെ ആ രക്ഷിക്കടാന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്നു. അങ്ങനെ അവന്മാരവിടെ നീര എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പെട്ടെന്ന് അതിനകത്ത് ആ ലീഡറായിട്ട് ഇരുന്ന ഒരുത്തരാണെങ്കിൽ കൈ ചുരുട്ടി അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും പെട്ടെന്ന് ഒരു ആൾ വന്ന് ചവിട്ടി തെറിപ്പിക്കുക നല്ല ആക്ഷൻ സ്റ്റൈലിലായിട്ടൊക്കെ. ആരാ? നമ്മുടെ സാക്കുറ. ഏതാ അവൻ്റെ വരവും ടൈമിങ് സ്റ്റൈലും ഒക്കെ. അങ്ങനെ ആ കൂട്ടത്തിൽ ലീഡറിനെ അവൻ അടിച്ച് തെറിപ്പിച്ചിട്ട് പെട്ടെന്ന് ബാക്കിയെന്ന 4 പേര് എന്താടാ നീൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പോകണോ ഒറ്റയ്ക്ക്? നീന്ന് നല്ല ഉണ്ടായി പോകത്തുള്ളൂ. അയ്യോ അണ്ണാ തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഇവിടെ വന്നതല്ല. എനിക്ക് ഈ വീക്കായിട്ടുള്ള ഒരു പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടല്ലോ, എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നവരൊക്കെ വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീക്കായിട്ടുള്ളവരെ ഞാൻ കാണുമ്പോൾ അടിച്ചങ്ങ് ഒടിക്കും. ഇതേപോലെ ഒടിക്കാൻ വന്ന അണ്ണാന്ന് പറഞ്ഞ് നമ്മുടെ ചെറുക്കനെ തൊട്ട് തുടങ്ങും. പിന്നെ കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേ 4 പേരെ അടിച്ച് താഴെ ഇട്ടു. ഏതാ സ്ഥിരം പരിപാടി തന്നെ. എന്നിട്ട് ലാസ്റ്റ് ഒരു പോസും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്മാർ ശരിക്കും വീക്കാടേന്ന് പറഞ്ഞിട്ട് പോകും. അതായിട്ട് അവൻ സ്ഥിരം പോലെ തന്നെ അവൻ്റെ പണി വയ്ക്കാൻ പോകും. അവൻ നീതി കണ്ട് പറയും താങ്ക് യു കളിയാന്നൊക്കെ പറയും. എനിക്കറിയാം നീ എന്നോട് വല്ല ഡിസപ്പോയിൻറ്റഡ് ആണെന്ന്. കാരണം എന്നെപ്പോലൊരു വീക്കായിട്ടുള്ള ഒരാൾ ഫ്യൂറിൻ ഹൈസ്കൂളിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടെ രക്ഷിക്കാനോ ഇല്ല നിൻ്റെ ഇത് രക്ഷിക്കാനോ ഒന്നും വന്നൊന്നുമല്ല. എന്നാലും ചോദിക്കുക, നീ ശരിക്കും ഇവിടെ എന്ത് റീസണും കൊണ്ടാണ് വന്നേ? അതിനവൻ പണ്ട് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നും എന്നെ ഓരോരുത്തരും ഒന്ന് അടിക്കുകയോ ഇടിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് അവർക്കെതിരെ ഒന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവനെ ബുള്ളി ചെയ്യുന്ന സമയത്ത് ഒരു ഫോറിൻ ഹൈസ്കൂളിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ ചെറുക്കനെ രക്ഷിക്കാം ബുള്ളിസിനെ നിന്ന്. അവനെ ബുള്ളി ചെയ്ത ഓരോ സിംഗിൾ ആളെ വെച്ച് അവനെ എടുത്തിട്ട് ഇടിച്ച് ശരിയാക്കി വിടും. അന്ന് അവൻ തീരുമാനിച്ചതാണ് അവന് ഫോറിൻ ഹൈസ്കൂളിൽ പഠിക്കണം, പഠിച്ച് കുറച്ച് സ്ട്രോങ് ആകണമെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഓരോ ദിവസം കഴിയുന്തോറും വീക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതായിക്കൊണ്ടിരിക്കുക. നീ വീക്കാന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ അത്രയും വീക്കായിട്ട് പോലും നീ ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി നീ 5 പേർക്കെതിരെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ നിന്നല്ലേ. ആ കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചത് തന്നെ. നിനക്കിനി ക്രൈവേവി എന്നുള്ള പേരോടെ വരണോ? മതി, കരച്ചു നിർത്തണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറുക്കൻ പറയാൻ തുടങ്ങും. അതിനേശം രക്ഷിക്കാൻ നോക്കി മറ്റേ പെങ്കൊച്ചുവിനടുത്ത് ഓടി വരും. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ എന്നെ അപ്പം ഒന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരായിട്ടുള്ള അടിയെല്ലാം ഞാൻ കൊള്ളണ്ട വന്നേനെ. അതിനേശം അവിടെ സാക്കറുടെ അവിടെ നീര് വന്ന് ചോദിക്കും, എടാ അതിൻ്റെ ഹൈറ്റ് എത്രടാ, എടാ അതിൻ്റെ നീളം എത്രടാ, അതിൻ്റെ ഫുറ്റിൻ്റെ സൈസ് എത്രടാ, എടാ അതിൻ്റെ കൈയുടെ സൈസ് എത്രടാ, അതിൻ്റെ വെള്ള സൈസ് എത്രടാ, ഇതൊക്കെ എന്തിനാ ചോദിച്ചപ്പോൾ നമ്മുടെ നിഹരിക്ക് അവന് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം അവരെക്കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് പോലെ അവനവൻ്റെ ബുക്കിനകത്ത് എഴുതി വെക്കും. ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചെറിയൊരു ബുക്കിൽ. അതേപോലെ അവന് ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സാക്കുറ. അപ്പോൾ അവനെക്കുറിച്ച് എഴുതി വെക്കാൻ. ഇതെല്ലാം കണ്ട് ബ്ലസ്റ്റ് അടിച്ചിരിക്കുന്ന നമ്മുടെ സാക്കുറയാണെങ്കിൽ എന്തുപാട് നീ കാണിക്കുന്നതൊക്കെ പറയും മാറിക്കിടാന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ സാക്കുറ സ്കൂളിലേക്ക് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് പറയും, എടാ ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാം, സ്കൂൾ കാണിച്ചാന്നൊക്കെ പറയും. അവിടെ സാക്കുറ നിൻ്റെ വിചാരം നടാ ഈ സ്കൂളിൽ നിന്ന് എവിടെ നിന്ന് അറിയാത്തതെന്നാണോ എന്നൊക്കെ പറയാൻ നമ്മുടെ സാക്കുറ രക്ഷപ്പെടാൻ തുടങ്ങും. അതല്ല, ഞാൻ ഈ ഫൈറ്റ് ചെയ്യാനൊന്നും അത്ര നല്ലതല്ലായിരിക്കും, പക്ഷേ ഇവിടെ സ്കൂൾ കാണിക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഞാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്കൂളെല്ലാം കാണിച്ചാലും ഇവിടുത്തെ ആൾക്കാരെയും കാണിച്ചാലെന്നൊക്കെ പറഞ്ഞു. സോ നമ്മുടെ സ്കൂൾ ഈ വഴിയിലേക്കാണ്. അതിനുശേഷം അവർ നല്ല സാക്ഷാൽ ഫ്യൂൺ സ്കൂളിലേക്ക് എത്തും. നല്ല പുല്ലൊക്കെ പിടിച്ച് അവിടെ ഇവിടെയും കൊടിയൊക്കെ വെച്ചിട്ടുള്ള ഫ്യൂറിൻ ഹൈസ്കൂൾ. അവിടെ ചെന്ന പാടെ അവർ 2 പേരും കൂടെ ചെന്ന് അവിടുത്തെ ഈ നീംപോളുണ്ടല്ലോ, ഈ അവിടുത്തെ സിസ്റ്റം എന്താ വെച്ചാൽ അവിടെ പുതിയതായിട്ട് സ്കൂൾ തുറക്കുമ്പം പുതിയ വർഷം തുടങ്ങുമ്പോൾ ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികളും അവരുടെ റോൾ നമ്പറും എല്ലാം പുറത്തൊരു ബോർഡ് ഒട്ടിച്ച് വെക്കും. അങ്ങനെ നമ്മുടെ നീതിയാണ് അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മുടെ ചെറുക്കനെ വന്ന് നോക്കുന്നുണ്ടതെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ആ 1-2 പേരുകളൊക്കെ വായിച്ചിട്ട് നമ്മുടെ ചെറുക്കനങ്ങ് ഹൈപ്പ് കൂടി നിൽക്കുക നമ്മുടെ നീരി. അപ്പം അതൊക്കെ കൊണ്ട് അവിടെ എന്തുവാ സാക്കുറ നോക്കി ഒരു വീടായിട്ട് നോക്കിയിരിക്കുന്നു. എന്താണ് ഇവർക്ക് ഇത്ര പ്രത്യേകത എന്ന്. അപ്പോൾ അവിടെ ഇറക്കം പറയും, ഇവരെല്ലാം ടോപ്പ് സീക്രട്ട് ബുക്കിനകത്തൊക്കെ ഉള്ള ആൾക്കാരാ, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രീമാണ്, ഇവരെ പോലെയൊക്കെ ആവളോ, ഇവരൊക്കെ സൂപ്പർ കൂളാന്നൊക്കെ പറയും. എന്ത് മാങ്ങാത്തൂലാവട്ടെ എന്ന് പറയാം. നമ്മുടെ സാക്കറ ഏറ്റുറന്ന് അങ്ങനെ അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും നമ്മുടെ ചെറുക്കനകത്ത് ഒരു പേരാണ് ഞെട്ടിയിരിക്കുന്നത്. ആ പേരെന്തോന്നും ഇപ്പോൾ പറയത്തില്ല, പക്ഷെ നമ്മളെ നേരി ശരിക്കും പേടിച്ചിരിക്കുക. നോവയെന്നൊക്കെ പറഞ്ഞു. അതുവരെയുള്ള എൻ്റെ സന്തോഷം എല്ലാം പോയി. എടാ ഇനി ഞാൻ പറഞ്ഞു, നീ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ക്ലാസ്സിൽ കയറുമ്പോൾ എല്ലാവരുടെയും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം, പറ്റുന്ന അത്രയും സ്മൈൽ ചെയ്യണം. കാരണം ഞാൻ കുറച്ചൊക്കെ ഇത് ബഹുമാനം കൊടുക്കണം. കാരണം അവർ ഈ ബോട്ടം എന്ന് പറഞ്ഞാൽ ടൗണിനെ ഫുൾ ഗാർഡ് ചെയ്യുന്നവരല്ലേ. അപ്പം അവർക്ക് അതിനായിട്ടൊരു റെസ്പെക്റ്റ് നീ കൊടുക്കണം. എല്ലാവരും കയറിയൊന്ന് ഫൈറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ലേ കേട്ടോ. അങ്ങനെ അവർ 2 രൂപയുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളെ നീരയാണെങ്കിൽ സാക്കുറെ നോക്കുമ്പോൾ അവനാണ് അവൻ്റെ കാലും കൈയൊന്നും സ്ട്രെച്ച് ചെയ്ത് എല്ലാം ഒന്ന് വാമപ്പ് ചെയ്യുമായിരുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയാം, എൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനത്തെ ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടെല്ലാം ഒന്ന് റെഡിയായി നിൽക്കാൻ. പറയാ, എടാ പൊട്ടാ, നീ ഒരു ഔട്ട് സൈഡർ ആടാ. ഔട്ട് സൈഡറിനെ അവരെല്ലാം എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നീ കുറച്ച് മര്യാദയ്ക്കൊക്കെ നിൽക്കേ. അതൊന്നും എനിക്കൊരു വിഷയമല്ലടാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നടാന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിനകത്തേക്ക് കയറും. അങ്ങനെ ക്ലാസ്സിനകത്ത് കയറി നമ്മുടെ സാക്കുരനേരി ആദ്യം കാണുന്ന കുറച്ച് മാമ്പിള്ളേരെ അവിടെ ഇവിടെ എല്ലാം ചിലവൻ പുള്ളപ്പ് ചെയ്യുന്ന, ചിലവരവിടെ നിന്ന് നോക്കുന്ന, എല്ലാം നല്ല മുട്ട തെറ്റിയിരിക്കുന്ന ആമ്പിള്ളേർ. ഇത് കണ്ട് നമ്മുടെ നേരിയാണെങ്കിൽ കഴിഞ്ഞു, ഇന്ന് 2 ഉറപ്പാന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ നമ്മുടെ സാക്കുറ അടുത്തേക്ക് വരുന്നതാണ്. നമ്മുടെ സാക്കുറ പെട്ടെന്ന് കൈയൊക്കെ റെഡിയാക്കി വെക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നെഹരി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയ്ക്ക് കയറും. നമ്മുടെ നേരെയാണെങ്കിൽ ഓപ്പോസിറ്റ് വന്നാൽ ചെറുക്കനാണെങ്കിൽ സോറിയൊക്കെ പറയും. അത് പെട്ടെന്ന് അവൻ്റെ ബുക്ക് എടുത്താൽ നോക്കും, എനിക്കൊരു ഡൗട്ടും ഇല്ല, എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ദേഹം ഐ ആം ലിനാർഡോ ഡിക്കേപ്പ് എന്ന് പറയും. എന്താ പേരാണ് അതൊരു ജോക്ക് കേട്ടോ മീൻസ്. പിന്നെ നമ്മളെ കാണിക്കുന്ന ഇയാളുടെ മുഖത്താണെങ്കിൽ ഒരു ഐ പാച്ച് പോലെ സാധനമുണ്ട്. പിന്നെ ഇയാളുടെ ശരിക്കുള്ള പേര് സു എന്നാണ്. ആ പേര് പറയുന്നത് നമ്മുടെ നീരെന്ന് പറഞ്ഞ ചെറുക്കനാണ്. നേരത്തെ പറഞ്ഞ പേര് മിക്കവാറും ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞിരിക്കും. വണ്ടി പുള്ളിക്കാരെ പെട്ടെന്നൊരു കോമഡി എടുത്തിടും. ഇയാളുടെ കണ്ണിൻ്റെ ഇവിടെ മറച്ചു വെച്ചേക്കുന്ന കാര്യം എന്താണെന്നൊക്കെ അറിയാമോ പിള്ളേരെ? അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഡീവണൊക്കെ ജീവിക്കുന്നുണ്ട്, അതാണ് ഞാൻ മറച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നീര് പറയും, അവിടെ പണ്ടൊരു ഫൈറ്റിനിടെ ആക്സിഡൻറ്റ് പറ്റി പറഞ്ഞതല്ലേ. അങ്ങനെ എല്ലാവരും പറയുന്നേ. ഇതെല്ലാം കേട്ട് അവൾ സാക്കുറയ്ക്കാണ് വല്ലാതെ ദേഷ്യം വരും. ഇയാളുടെ ഈ വലിച്ച കോമഡിയൊക്കെ കേട്ടിട്ട്. എന്നെപ്പറ്റിയുള്ള സംസാരമൊക്കെ ഇവിടെ അത്യാവശ്യത്തിനായി. ഇനി നിന്നെക്കുറിച്ച് പറ സാക്കുറ. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ സത്യമായി. ഔട്ട് സൈഡേഴ്സിന് ഈ ടൗണിലൊന്നും പെട്ടെന്ന് കയറി പറ്റാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് നമ്മളെ സുഖമാണ് കൈ ഇങ്ങനെ പൊക്കി നമ്മുടെ ചെറുക്കനാണ് അടിക്കാൻ വേണ്ടി കൈ അതിനടുത്ത്. ഇപ്പം എന്ത് നടക്കും, ആരാദ്യം അടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മൾ സുഖമായിട്ട് നമ്മുടെ ചെറുക്കനെ പുറത്ത് കാട്ടി, അവിടെ ഇറക്കുക, നീ സൂപ്പറാണോ, അടിപൊളിയാണോ, എങ്ങനെ നീ ഫൈറ്റ് ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞു, നീ പൊളിയാട്ടോ, നീ കിടുവാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറുക്കനെ ആന്തുവാ ഒരുമാതിരി ആശംസിപ്പിക്കും. അത് തന്നെ, ഇതേ സു നിനക്കവനെ അറിയാവോ എന്ന് പറയാൻ ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കും. അപ്പം നമ്മുടെ സു പറയും, ഇന്നലെ നമ്മുടെ മെയിൻ സ്ട്രീറ്റ് ഫൈറ്റ് നടന്നില്ലേ, അവിടെ നമ്മളെ കുറച്ച് ആൾക്കാർ പോയായിരുന്നു. പക്ഷേ അതിന് മുമ്പേ ഏതൊരു ചെറുക്കൻ വന്ന് ആ ഫൈറ്റിൽ ഓൾമോസ്റ്റ് തീർത്തെന്ന് പറയില്ലേ, ആ ചെറുക്കനാ ഇവൻ സാക്കുറ. നീയാണോ ഒറ്റയ്ക്ക് ഇന്ന് അത്രയും പേരെ അടിച്ച ആള്? നീ കില്ലാടിയാണല്ലോടാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ കൊല്ലാൻ ആശംസിക്കുകയൊക്കെ തുടങ്ങും. അങ്ങനെ ഇതെല്ലാം കണ്ട നമ്മുടെ ചെറുക്കനെ അറിയാമല്ലോ, സാധാരണ അവൻ ചുമന്ന് ഷൈ ആവാൻ തുടങ്ങി. അവന് ഫൈറ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല, 2 ആൾക്കാരൊന്നും നല്ലതുമെല്ലാം പറഞ്ഞുതരാം അവന് കുഴപ്പമില്ല. അതിരിക്കട്ടെ, വേറെ ടൗണിൽ പഠിച്ച നീ നിലപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. അതിന് നമ്മുടെ സാക്കുറ പറയും, ഞാനിവിടുത്തെ നമ്പർ 1 സ്പോട്ടിന് വേണ്ടി വന്നതാണ്. പെട്ടെന്ന് ആ ക്ലാസ്സിന് അറ്റത്ത് നിന്ന് 2 പേരും നമ്മുടെ ചെറുക്കനെ നോക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു കസാര ഏറിക്കൂടെ പറന്ന് വന്ന് അവിടെ വീഴും. പെട്ടെന്ന് നമ്മളെ നേരി, എടാ ഫൈറ്റ് ചെയ്യല്ലേ സാക്കുറ, പ്ലീസ് നീ അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവല്ലേ, അവൻ ഈ സ്കൂളിലെ 1 ഓഫ് ദി ടോപ്പായിട്ടുള്ള ഒരു ഫൈറ്ററാ, പ്ലീസ് നീ അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവല്ലേ എന്ന് അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. ഓപ്പോസിറ്റ് ഇരിക്കുന്നവരാണെങ്കിൽ നമ്മളെ സാക്കുറ എടുത്തിട്ട് ഇടിക്കാനുള്ള ദേഷ്യത്തിൽ കൊല്ലാൻ വീഴുന്നതും. അപ്പോൾ സാക്കുറയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച പട്ടികളെ വലിയ ഇഷ്ടം, അവരോട് ഫൈറ്റ് ചെയ്യാൻ പറയിട്ടാന്ന് ഇരിക്കുകയും പെട്ടെന്ന് നമ്മൾ ആ ഓപ്പോസിറ്റ് ആൾ വന്ന് ആ ടേബിൾ അടിച്ചങ്ങ് പൊട്ടിച്ച് ഒറ്റ പഞ്ച് എല്ലാം കഴിഞ്ഞു. ഫോറിനൈ സ്കൂളിലെ ബോയ്സിൻ്റെ അടുത്തൊന്നും ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഓപ്പോസിറ്റ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അയാളോട് നമ്മുടെ സാക്കുറ പറയും, അപ്പം എങ്ങനെയാ നമ്മൾ സെറ്റിൽ ചെയ്യുമല്ലേ? അപ്പോൾ ചമ്മലി എത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് തന്നെ അവസാനിക്കുന്നു. ഞാൻ ഒരു ദിവസം കഴിയുന്ന പറ്റുന്ന അത്രയും ബെറ്ററായിക്കൊണ്ടിരിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാം കൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് ബെല്ലൈക്കനുള്ളിലേക്ക് ഇടുക. കാരണം മാക്സിമം വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ ആ വീഡിയോസ് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൻ ഓണാക്കി തന്നെ വെക്കണം. പിന്നെ മാക്സിമം ഉടനെ വീഡിയോ ഷെയർ കൊടുക്കുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് യുവർ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആനിമൽ മല്ലു സൈനിങ് ഔട്ട്. ബൈ ബൈ.